ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ സ്വാഗതത്തിനൊക്കെ ഒരു പവർ ഉണ്ട് എല്ലാവരുടെ മുഖത്ത്. ഇന്നത്തെക്കാളും പതിവിനേക്കാളും ഒരു ചിരിയൊക്കെ വിരിഞ്ഞിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ. അപ്പൊ സ്റ്റാർട്ടിങ് ഇങ്ങനെ തന്നെ ആവാൻ വേറൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് വലിയൊരു കാരണമാണ്. വേറൊന്നുമല്ല, എന്താണ് നമ്മുടെ യൂട്യൂബ് പ്രത്യേകത വീഡിയോയുടെ 100 കേക്ക് കഴിഞ്ഞു. ഏകദേശം 1,40,000 സബ്സ്ക്രൈബറായി. അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളോട് 1,00,000 സബ്സ്ക്രൈബർ ആയപ്പോ തന്നെ ചോദിച്ച കാര്യമാണ്, എന്ത് പ്ലേ ബട്ടൺ വന്നില്ലേ നിജാസ്ക, അല്ലെങ്കിൽ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ, അല്ലെങ്കിൽ എന്താണ് പ്ലേ ബട്ടൺ നിങ്ങൾക്ക് എത്തിയിട്ട് വീഡിയോ കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. സാധനം കിട്ടിയിട്ടുണ്ട് മക്കളെ, സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാധനം ഏതാണ്ട് ഒരാഴ്ചയല്ലേ കിട്ടിയിട്ടുണ്ട്, ഒരാഴ്ച സാധനം കിട്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പൊട്ടിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, റമീസ് നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെയാണ് റമീസ് ഇവിടെ എത്തിയത്. അപ്പൊ നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ച് നമ്മുടെ ഫാമിലിയിൽ 5 അംഗങ്ങൾ ഒരുമിച്ചായിരിക്കണം നമ്മൾ ഈ സാധനം അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പൊ ഒരാളില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അപ്പൊ റമീസ് വരും വരെ നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ വേറൊന്നുമല്ല, അപ്പൊ സാധനം നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം ഞാൻ. യെസ്, അൽഹംദുലില്ലാഹ്, നമ്മള് കാത്തിരുന്ന സാധനം, ആ ഒരു പ്ലേ ബട്ടൺ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതായാലും ഒരു വഴിക്ക് വിരുന്നിന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അമേരിക്കക്കാര് നമുക്ക് അയച്ച ഒരു ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ പൊട്ടിച്ചോളി. പൊട്ടിച്ചോളി. വേറൊന്നല്ല, സംഭവം ടേപ്പ് തന്നെ ഇരിക്കും. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ. അവിടെ ഒന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് 2 സൈഡ് ഉണ്ടാവും. ഈ 2 സൈഡ് ഉണ്ടാവും. ചക്കരക്ക് പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണല്ലേ. ഓൾറെഡി സ്വന്തമായിട്ട് നമ്മുടെ ചാനലൊരു ഒരു പതക്കം അല്ലെങ്കിൽ ഒരു എന്താണ് അംഗീകാരം കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെല്ലാവരുടെയും സന്തോഷമാണ്. നമ്മളുടേത് മാത്രമല്ല, മെയിനായിട്ട് ഇതിന് നന്ദി പറയാനുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. കാരണം നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ ഫാമിലിയിലേക്ക്. ഓ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്തൊക്കെയുണ്ടല്ലോ ഇതില്. അപ്പൊ ആദ്യം തന്നെ അതൊന്ന് കാണിച്ചു നോക്കാം നമുക്ക്. നോക്കട്ടെ. അപ്പൊ യൂട്യൂബിൽ നിന്ന് ഇവരൊരു ലെറ്ററൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ പ്ലേ ബട്ടൺ നല്ല പാക്കിംഗ് ആണല്ലോ അല്ലേ. അത് വേണ്ട, ചെറിയ എന്തൊരു കാർഡാണ് ഇത്. നല്ലൊരു സ്പോഞ്ചിന്റെ ഒക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ നല്ലൊരു പാക്കിംഗ് ആണ് സാധനം. അപ്പൊ സാധനം എടുത്തോളി. എല്ലാരും കൈ വെച്ചോ. ഓ യാ മോനെ, അടിപൊളി. ആ കവർന്ന് പുറത്തെടുക്ക്. ആ കവർന്ന് സാധനം ഒന്ന് പുറത്തെടുക്കി. എന്താ സാധനം? അത് ടിഷ്യൂ അല്ല, അത് വേറെന്തോ ഒരു സാധനമാണ്. ക്ലീൻ ചെയ്യുന്നതാണോ? ക്ലീൻ ചെയ്യുന്ന സാധനം. അപ്പം ഒന്ന് നിർത്തി പിടിക്ക്, സാധനം നോക്കട്ടെ. ഓ അടിപൊളി അടിപൊളി. കണ്ടില്ലേ? പ്രസന്റഡ് ടു ഷഹന നിജാസ് വ്ലോഗ്സ് ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ്. അപ്പൊ യൂട്യൂബിന്റെ അത് സിൽവർ ആയിരിക്കും, അതിനെപ്പറ്റി എനിക്കറിയില്ല. അപ്പൊ സാധനം തൊട്ട് നോക്കട്ടെ. മാഷാ അല്ലാഹ്. ഈ ഒരു സാധനം ഇല്ലേ അമ്മ, ഈ ഒരു സാധനം നമ്മൾ ഒരുപാട് വ്ളോഗ്സിൽ ആൾക്കാർ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നതാണ്. ഞാൻ വിചാരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇനി കിട്ടുമോ, അല്ലെങ്കിൽ ഏത് കാലത്ത് കിട്ടുമോ, നമ്മൾ ഇനി വ്ളോഗ്സ് തുടങ്ങും, ഒന്നും അറിയത്തില്ല. അതേപോലെ തന്നെ ഇവരുടെ വീട്ടിൽ പോകുമ്പോഴും അളിയന്റെ മുറിയിൽ ഈ ഒരു സാധനം ഇരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, സാധനം ഇങ്ങനെ തൊട്ട് വെക്കും. കാരണം വേറൊന്നുമില്ല, തൊട്ട് വെക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് സാധനം തൊട്ട് വെക്കും. അപ്പോഴും എന്റെ മനസ്സിൽ അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഇതെന്ന് പറയുമ്പോ നമ്മുടെ മാത്രം വിജയമല്ല ഗൈസ്, നിങ്ങളുടെ, അതായത് നിങ്ങളും വിജയം. നിങ്ങളടങ്ങുന്ന ഇപ്പോ നമുക്കുള്ള 1,40,000 ചില സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും ചേർന്നുള്ള ഒരു വിജയമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം സമർപ്പിക്കുകയാണ്. യൂട്യൂബിന്റെ അംഗീകാരം, നമ്മുടെ 1,00,000 സബ്സ്ക്രൈബർ കഴിഞ്ഞപ്പോൾ അംഗീകാരം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ അടുത്തത് ഗോൾഡൻ അല്ലേ, അതിനൊക്കെ ഇനിയും ഒരുപാട് മൈൽ സ്റ്റോൺ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമുക്ക് അതിലേക്കാണ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ്. അപ്പോൾ ഒരുപാട് നേരത്തെ അല്ല, കുറച്ച് വൈകിട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഉമ്മതേ ഇവിടെ പിന്നെ ഓട്ടോത്സവത്തിനൊക്കെ 1ാം സ്ഥാനം കിട്ടി, ഗിഫ്റ്റ് പോലെ ഉമ്മ സാധനമൊക്കെ പിടിച്ച് നിൽക്കുന്നത്. എന്താണ് അപ്പൊ പറയാനുള്ളത്? ഇനി അവരെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കാം. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അല്ലേ?
കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു സാധനം ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഷാല്ലാ ഏതായാലും കിട്ടുമെന്നിപ്പോ യൂട്യൂബ് തുടങ്ങുന്ന ഏതൊരാളുടെയും ആദ്യത്തെ ഒരു കടമ്പ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് 1 ലക്ഷം സബ്സ്ക്രൈബർ ആക്കുക, അതുപോലെ തന്നെ നമുക്ക് ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് കിട്ടുമെന്ന് അറിയാം, പക്ഷെ ഇത്രയും പെട്ടെന്നാവുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനുള്ളിൽ വരുമെന്നോ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം ഈ ഒരു സാധനം നമ്മൾ അടുത്ത് കിട്ടിയ പോലെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 5 ആളുടേത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ ഫാമിലിയുടെയും അതെ അവർ തന്ന ഓരോ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്ന ഓരോ സബ്സ്ക്രൈബും കൊണ്ട് മാത്രമാണ് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ കടന്നതും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത് വന്ന് എത്തിച്ചേർന്നു. അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചക്കര എന്താ പറയാ? ചക്കരൊന്നും ഉണ്ടെന്നില്ലല്ലോ. ചക്കരയ്ക്ക് അവിടെ 2 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് എന്ന് പറയുമ്പോ അല്ലേ നമ്മുടെ വ്ലോഗ്സില് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചക്കരയുടെ പേരൊക്കെ പേരില്ലല്ലോ അവിടെ, ചക്കരയുടെ പേരില്ല. അതിനുള്ളത് എന്താണ് അളിയന്റെ പേരും പിന്നെ ഉമ്മയും 6 പേരാണുള്ളത് അല്ലെ? 6 പേരാണുള്ളത്. ചക്കരയുടെ സ്വന്തം പേരിൽ ഇതൊരു ഉമ്മയും മോനും അതെ, ഇത് ഷാനാ നിജാസ് വ്ലോഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ സാധനമാണ്. അപ്പൊ ഏതായാലും ഇത് കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. അപ്പോ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത നമ്മളെ വീഡിയോക്ക് ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും എന്റെയും നമ്മുടെ ഈ 5 ആളടങ്ങും നമ്മുടെ ഫാമിലിയുടെ പേരിൽ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കണം കേട്ടോ. കാരണം നിങ്ങൾ തന്ന ഈ ഒരു സപ്പോർട്ട് മാത്രം തന്നെയാണ് അല്ലേ, അല്ലാതെ ഇപ്പോ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മളിപ്പോ വീഡിയോ കണ്ടാലും മാത്രമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബിന്റെയും ആ ഒരു വിലമതിക്കാനാകാത്തൊരു അംഗീകാരമാണ് നമുക്കിപ്പോ കിട്ടിയതല്ലേ. ഏതായാലും ഒരുപാട് യൂട്യൂബിനും നന്ദി. യൂട്യൂബ് നമുക്ക് തന്ന യൂട്യൂബിനും നന്ദി. അത് വാപ്പാടെ നമ്മുടെ പേരിലൊക്കെ നമ്മൾ നന്ദി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാധനം നമുക്ക് എല്ലാരും കാണുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യണ്ടേ. വെറുതെ നമ്മളിപ്പോ റൂമിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അലമാരിൽ വെച്ചിട്ടും കാര്യമില്ല. ഈ ഒരു സാധനം അവർ തരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്നേഹ സമ്മാനമാണ്. അപ്പൊ അത് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഡിസ്പ്ലേ പോലെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് ഹാളിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം അല്ലെ, സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ആ സാധനം നമുക്ക് സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് നമുക്ക് റെഡി ആക്കി വെക്കാം. അപ്പൊ അത് എല്ലാരും പുഞ്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ സാധനം നമുക്കടുത്ത് സെറ്റ് ചെയ്യണ്ടേ. അപ്പൊ സെറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ ആ ഒരു ഡോറ്. കയറി വരുമ്പോ കാണുന്ന ഒരു വ്യൂ ആണ്. ആ കാണുന്ന ഒരു വ്യൂ, അതായത് ആ ഒരു പായ്ക്കപ്പലിന്റെ ഫ്രെയിമിന്റെ അടുത്തൊരു സ്ഥലം അവിടെ ഉണ്ട്. അതെ, അപ്പൊ ഈ സാധനം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. റമ്യ ഒന്ന് കയറി അടങ്ങി വയ്ക്കാം. നമുക്ക് ഈ സാധനം അവിടെ സെറ്റ് ചെയ്യാം. കിട്ടുന്നില്ലേ? എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? റിഫ്ലക്ഷൻ കാരണം അല്ലേ? ഏത് ലൈറ്റ് ഓഫ് ചെയ്താലും സാധനം കാണാൻ പറ്റും. ഇപ്പൊ ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് മാത്രമാണ് സാധനം കാണാൻ പറ്റുന്നുണ്ട്. ഡോർ അല്ല, ഡേ ലൈറ്റ് വരുമ്പോൾ റെഡിയായി. ഇപ്പൊ നമ്മളിവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലേ, സംഭവം പകൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പുറത്ത് മഴേന്റെ ആ ഒരു ഒച്ചയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തത്. ഷോക്കേസില് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് ഒതുക്കി കഴിഞ്ഞാൽ അവിടെ വെക്കാം. ഷോക്കേസിലും വെക്കാം. അവിടെ അവിടെ വെച്ചേക്കാം. അപ്പൊ ഏതായാലും നമ്മൾ ആ സാധനം കുറച്ച് താഴേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോക്കേസിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വയ്ക്കുന്ന 2 കാര്യം, ഒന്നുകൂടി നമുക്ക് കാണാനും പറ്റും, പിന്നെ അതുപോലെ തന്നെ പൊടി അടിക്കത്തില്ല അല്ലേ. അപ്പൊ പൊടി അടിക്കത്തില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ നമ്മുടെ ഷോക്കേസിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇതാണ് നമ്മുടെ സാധനം. ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? ഓ, ഇതാണ് സാധനം. ഓക്കെ, ഇപ്പൊ റെഡി അല്ലേ? അപ്പൊ സാധനമൊക്കെ നമ്മൾ സേഫ് ആക്കി പൊടിയൊന്നും അടിക്കാത്ത രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ തിരിച്ച് അതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടല്ലോ, നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഉണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മൾ കണ്ടില്ലേ, കപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരേപോലത്തെ ഒരു പച്ച കളറൊക്കെ ഇട്ടിട്ടാണ്. ചക്കര പൊക്കം കുറഞ്ഞ പോലെ തോന്നിയെന്നാ ചക്കര പറയുന്നത് ഈ ഒരു ഡ്രസ്സ് ഇട്ടതിന്. ഉമ്മ ഇതൊരു പർപ്പിൾ കളർ അല്ലേ,
പാപ്പ അതിനോടുള്ള ചെറിയൊരു മാച്ച്, ഒരു ഷൈനിങ് ഉള്ള ഡ്രസ്. മാച്ചിങ് നോക്കി ഇവൻ പിന്നെ ഒന്നുമില്ല, സ്റ്റിൽ സിംഗിള്. അപ്പൊ ഇതായാലും നമുക്ക് ഇറങ്ങല്ലേ. നമുക്ക് ഇനിയിപ്പോ ടൈം ലേറ്റ് ആവണ്ട, 12:30 മണിയായി, നമ്മളിത് പോകാൻ ഇറങ്ങാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.